പ്രിയമുള്ളവരെ, ശ്രീകാലം 2-ാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പെന്തക്കോസ്ത് തിരുനാളിന് ശേഷം വരുന്ന ഞായറാഴ്ച പാശ്ചാത്യ സഭയിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളായിട്ട് ആഘോഷിക്കുന്നു. എന്നാൽ പൗരസ്ത്യ സഭകളിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെതായ പ്രത്യേക ഒരു തിരുനാൾ ആഘോഷം ഇല്ല. കാരണം ഓരോ ആരാധനാ പരികർമ്മത്തിൻ്റെയും അടിസ്ഥാനം പരിശുദ്ധ ത്രിത്വമാണ്. അതുകൊണ്ട് പ്രത്യേകമായ തിരുനാൾ പൗരസ്ത്യ സഭകളിൽ ആചരിക്കാറില്ല. എന്നാൽ പാശ്ചാത്യ സഭയിൽ പ്രത്യേക സാഹചര്യത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഫീസ്റ്റ് ഓഫ് ഐഡിയാസ്, പ്രത്യേകമായിട്ടുള്ള ഉദ്ബോധനങ്ങളുടെയൊക്കെ ആശയങ്ങൾ നൽകുന്ന തിരുനാളുകൾ ആരംഭിക്കുകയുണ്ടായി. പൗരസ്ത്യ സഭകളിൽ അതേസമയം രക്ഷാസംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള തിരുനാളുകളാണുള്ളത്. ഈശോയുടെ ജനനം, ദനഹ തിരുനാൾ, ഉയിർപ്പ് തിരുനാൾ, പിറവി തിരുനാളൊക്കെ. അതുകൊണ്ട് ഈ ഫീസ്റ്റ് ഓഫ് ഐഡിയാസ് പൗരസ്ത്യ സഭകളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നില്ല. അതുകൊണ്ടാണ് സിറോ മലബാർ സഭയുടെ ആരാധനാ വത്സര കലണ്ടറിൽ മാറാനായ തിരുനാൾ, കർത്താവിൻ്റെ തിരുനാളുകൾ എന്ന് പറയുന്ന തിരുനാളുടെ ഗണത്തിൽ ഈ പരിശുദ്ധ ത്രിത്വത്തിൻ്റെയും അതുപോലെയുള്ള ഫീസ്റ്റ് ഓഫ് ഐഡിയാസ് തിരുനാളുകളുടെയും എല്ലാം വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെറിയ അക്ഷരങ്ങളിലാണ്. കാരണം ഇത് സാഘോഷമായി ആചരിക്കുവാനായിട്ട് നിഷ്കർഷിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. 1334 ജോൺ 22-ാം മാർപ്പാപ്പയാണ് ആദ്യമായി ഈ തിരുനാൾ പാശ്ചാത്യ സഭയിൽ ആവിഷ്കരിച്ചത്. 1911 10-ാം പീയൂസ് മാർപ്പാപ്പ ഇതൊരു സോളംനിറ്റി, ആഘോഷമായ ആചരണമായിട്ട് തുടങ്ങുകയും ചെയ്തു. ഏതായാലും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രാധാന്യം, അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ഈശോയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആചരണങ്ങളാണ് നമ്മളുടെ സഭയുടെ പാരമ്പര്യത്തിലുള്ളത്. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ ഈശോ ലാസറിനെ ഉയിർപ്പിക്കുവാൻ പോകുന്ന ആ സംഭവമാണ്. ഈശോ ജീവന്റെ നാഥനാണ് എന്നുള്ള വലിയ സന്ദേശം നൽകുന്ന യോഹന്നാന്റെ സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹത്തായ അടയാളങ്ങളുടെ സുവിശേഷത്തിലെ ഏറ്റവും മഹത്തായ അടയാളമാണ് ഈ 11-ാം അധ്യായത്തിൽ ലാസറിനെ ഉയിർപ്പിക്കുന്ന സംഭവത്തിൽ നമ്മൾ കാണുന്നത്. ലാസർ രോഗബാധിതനായി എന്നറിയുമ്പോൾ ജീവന്റെ നാഥനായ ഈശോ, നമുക്കറിയാം സുവിശേഷം ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം മനുഷ്യൻ്റെ ജീവനായിരുന്നു, ആ ജീവൻ വെളിച്ചമായിരുന്നു, ആ ജീവന്റെ നാഥൻ സകലർക്കും ജീവൻ നൽകുന്നു എന്നുള്ള വലിയ സന്ദേശം ഉദ്ഘോഷിക്കുകയാണ്. അതാണ് ലാസർ രോഗബാധിതനായി. ഈ വിവരം മർത്തായിയുടെയും മറിയത്തിൻ്റെയും സന്ദേശം, ബെഥനിയയിൽ നിന്നുള്ള സന്ദേശം ഈശോയ്ക്ക് ലഭിച്ചു. ബെഥനിയ ജെറുസലേമിന് ഏതാണ്ട് 3 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലമാണ്. ഒലിവുമലയുടെ കിഴക്കേ താഴ്വരയിലുള്ള ആ കൊച്ചു ഗ്രാമം. ആ കുടുംബവുമായിട്ട് ഈശോയ്ക്ക് പ്രത്യേകമായൊരു ബന്ധമുണ്ടായിരുന്നു. ഊഷ്മളമായ മനുഷ്യബന്ധങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരാൾ കൂടിയായിരുന്നു ഈശോ എന്ന് വ്യക്തമാക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് ഇത് അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്നുള്ള സന്ദേശം നൽകുന്നത്. ഈശോ സ്നേഹിക്കുന്നവൻ, യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ 13, 23, 21, 7 ഒക്കെ യോഹന്നാൻ തന്നെ ഈശോ സ്നേഹിക്കുന്നവനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നെങ്കിൽ ഇവിടെ ഈശോ സ്നേഹിക്കുന്നവനായി ലാസറിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. മനുഷ്യ സ്നേഹം ദൈവത്തെ സ്നേഹിക്കുകയും മനുഷ്യനെ സ്നേഹിക്കുകയും ചെയ്യുന്നതിന് പകരം വെക്കാൻ ലോകത്തിൽ മറ്റൊരു സാങ്കേതിക വിദ്യയ്ക്കോ പുരോഗതിക്കോ സാധിക്കുകയില്ല. നിർമ്മിത ബുദ്ധിക്കോ ഒന്നും സാധിക്കുകയില്ല. മഗ്നിഫിക്ക ഹ്യൂമാനിത്താസ്, മാനവികതയുടെ മാഹാത്മ്യം എന്നുള്ള ലയോ 14-ാം പാപ്പായുടെ പുതിയ ചാക്രലേഖനം കഴിഞ്ഞ മെയ് 25-ന് പുറപ്പെടുവിച്ച ചാക്രലേഖനത്തിൽ പറയുന്നൊരു വാക്യമാണിത്. മനുഷ്യ സ്നേഹവും ദൈവ ആരാധനയും അതിനെ കവിഞ്ഞുള്ള മറ്റൊന്നുമില്ല. അപ്പോൾ മനുഷ്യൻ്റെ ഊഷ്മളമായ സ്നേഹം, ആ സ്നേഹം ദൈവസ്നേഹത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ അതാണ് ഏറ്റവും ഉന്നതമായത്. ആ മനുഷ്യൻ്റെ മഹാത്മ്യം അതിലാണ് ഇരിക്കുന്നത്. ഈശോ അങ്ങനെയുള്ള വലിയൊരു സ്നേഹം പകരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് കർത്താവ് ആ വാർത്ത കേട്ടപ്പോൾ തന്നെ കർത്താവ് പറയുകയാണ്, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യേകത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈശോ ലോകത്തിലേക്ക് വന്നത് ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുവാൻ വേണ്ടിയാണ്. ഈ സംഭവം വാസ്തവത്തിൽ മരണത്തിൽ അവസാനിക്കാനുള്ള രോഗമല്ലിത്, ഈശോ ഉയിർപ്പിക്കുവാൻ പോകുന്നു എന്നുള്ള വലിയ ആ സന്ദേശം നൽകുകയാണ്. കാരണം 5-ാം വാക്യത്തിൽ ഈശോ മർത്തായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. അപ്പോൾ സ്നേഹത്തിൻ്റെ വലിയ ഒരു ബന്ധം കർത്താവിന് അവരോടുണ്ടായിരുന്നു. എങ്ങനെ രോഗിയായെന്ന് കേട്ടിട്ടും ഈശോ താമസിച്ച സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടി ചെലവഴിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ഒരു സമയമുണ്ടായിരുന്നു. ഈശോയ്ക്ക് ഒരു സമയം ആ 2 ദിവസത്തിന് ശേഷമാണ് ചെല്ലുന്നത്. കർത്താവിൻ്റെ ആ സമയം, ആ കാത്തിരിപ്പ്, അത് ജീവൻ നൽകുവാനുള്ള, അനുഗ്രഹം നൽകുവാനുള്ള കർത്താവിൻ്റെ സമയം, അതിനായിട്ട് കർത്താവ് ഒരുങ്ങുകയാണ്. അങ്ങനെ അവൻ ശിഷ്യന്മാരോട് പറയുകയാണ്, നമുക്ക് വീണ്ടും യൂദയായിലേക്ക് പോകാം.
ശിഷ്യന്മാരൊരു ഞെട്ടലോടെയാണ് അത് കേൾക്കുന്നത്. കാരണം എന്താണ്? യൂദയായിൽ നിന്നെ കല്ലെറിയുവാൻ യഹൂദർ ഇപ്പോൾ തന്നെ അന്വേഷിക്കുകയാണല്ലോ, നീ അങ്ങോട്ട് പോവുകയാണോ? കാരണം ഇതിന് തൊട്ട് മുമ്പുള്ള അധ്യായങ്ങളിൽ യോഹന്നാൻ 8:59 ഈശോയെ കല്ലെറിയുവാൻ, അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ട് എന്ന് പറയുമ്പോൾ കല്ലെറിയുവാൻ വേണ്ടി അവർ വരുന്നുണ്ട്. അതുപോലെ തന്നെ 10:31 താൻ ദൈവപുത്രനാണെന്ന് വ്യക്തമാക്കുമ്പോൾ ഈശോയെ കല്ലെറിയുവാൻ കല്ലുകൾ എടുക്കുകയാണ്. അപ്പോൾ ഈശോയെ ആക്രമിക്കുവാൻ അക്രോമിത്സവരായ ജനങ്ങളുടെ അടുക്കിലേക്ക് അവിടുന്ന് പോവുകയാണോ, അങ്ങോട്ട് പോകണ്ട എന്ന് പറയുകയാണ്. അപ്പോഴാണ് ഈശോ കൊടുക്കുന്ന മറുപടി, പകലിന് 12 മണിക്കൂറില്ലേ, പകൽ നടക്കുന്നവൻ്റെ കാൽ തട്ടി വീഴുകയില്ല. പ്രകാശത്തിൽ നടക്കുന്നവൻ, പകൽ നടക്കുന്നവൻ, എന്നാൽ രാത്രി നടക്കുന്നവനാകട്ടെ അവൻ തട്ടി വീഴുന്നു. ഈശോ ഇത് സൂചിപ്പിക്കുന്നത് ഈശോ പ്രകാശമാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് യോഹന്നാൻ 8:12 നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. അപ്പോൾ കർത്താവിൻ്റെ ആ പ്രകാശത്തിൽ നടക്കുന്നവൻ ഒരിക്കലും തട്ടി വീഴുകയില്ല. പ്രകാശമാണ് ഈശോ എന്ന് വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഈശോ വാസ്തവത്തിൽ പകലാണ്, പ്രകാശമാണ്. ഈശോയെ സ്വീകരിക്കുന്നത് പ്രകാശത്തിലായിരിക്കുന്ന അവസ്ഥയാണ്, ഈശോയെ തിരസ്കരിക്കുന്നതോ അന്ധകാരത്തിലിരിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ ഈ കല്ലെറിയാനായിട്ട് കാത്തിരിക്കുന്നവരുടെ ഇടയിലേക്ക് പോകുവാൻ കർത്താവ് ഒരുങ്ങുന്നു. അതാണ് തോമാസ് ശ്ലീഹായുടെ ഈ സുവിശേഷ ഭാഗം അവസാനിക്കുന്ന ആ പ്രഖ്യാപനത്തിൻ്റെ ഒരു പശ്ചാത്തലം. കല്ലെറിയാൻ ഒരുങ്ങിയിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ധൈര്യപൂർവ്വം ഈശോ പോകാൻ തയ്യാറാകുന്നു. സഭാപിതാവ് മാർ അപ്രയം പറയുന്നത്, നല്ല വൈദ്യൻ രോഗിയുടെ സൗഖ്യം അന്വേഷിക്കുന്നു, എല്ലാ പ്രതിബന്ധങ്ങളും പ്രതിരോധിച്ചുകൊണ്ട് ആ സൗഖ്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു. മാത്രമല്ല അദ്ദേഹം ഒരു വേർഡ് പ്ലേ, വാക്കുകൾ കൊണ്ടുള്ള ഒരു വ്യാഖ്യാനം കൂടെ നൽകുന്നുണ്ട്. വാക്കുകൾ സമരസപ്പെടുത്തിക്കൊണ്ടുള്ള വ്യാഖ്യാനം. സുറിയാനിയിൽ റഗോമെ എന്ന് പറഞ്ഞാൽ കല്ലെറിയുന്നവർ എന്നാണ്. എന്നാൽ കർത്താവ് എന്താണ് ചെയ്തത്? മാർ അപ്രയം പറയുന്നത്, ഈശോ അവരെ റഗോമകളെ തർഗോമന ആക്കി എന്നാണ്. തർഗോമൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം വ്യാഖ്യാതാക്കളാക്കി, വചന പ്രഘോഷകരാക്കി മാറ്റിയെന്ന അർത്ഥം. കാരണം അതിൻ്റെ പശ്ചാത്തലം പൗലോസ് ശ്ലീഹ നമുക്കറിയാം, എസ്തപ്പാനോസിനെ കല്ലെറിയുമ്പോൾ അവിടെ അവർക്ക് കൂട്ടിരുന്ന അവരുടെ വസ്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു സാവൂൾ. അവനെ കർത്താവ് തൻ്റെ പ്രബോധനാക്കി മാറ്റി. അപ്പം കല്ലെറിയുന്നവരെയും കർത്താവിൻ്റെ സന്ദേശവാഹകരാക്കി മാറ്റുന്നവനാണ് ഈശോ എന്നുള്ളൊരു വ്യാഖ്യാനം മാർ അപ്രയം പിതാവ് നൽകുന്നുണ്ട്. അതുകൊണ്ട് അവിടെയും കർത്താവ് പ്രകാശവുമായി കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് കർത്താവ് തുറന്ന് പറയുകയാണ് അവരോട്, ഇതാ ലാസർ ഉറങ്ങുകയാണ്, ഞാൻ അവനെ ഉണർത്താൻ പോവുകയാണ്. കർത്താവ് ഉറങ്ങുകയാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. എന്നാൽ അവൻ്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ് എന്ന് അവൻ പറഞ്ഞതെന്നവർ വിചാരിച്ചു. അപ്പം മരണം ഒരു നിദ്രയാണ്. മരിച്ചവരെ അടക്കുന്ന സ്ഥലത്ത് സെമിത്തേരി നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിദ്ര പ്രാപിച്ചവർ ഉറങ്ങുന്നവരുടെ സ്ഥലം, കൊമിത്തേരിയോ എന്നാണ് വാക്ക്. നമ്മുടെ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു, ശക്കയോ എന്ന് പറഞ്ഞാൽ അവരങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുന്നു കർത്താവിൻ്റെ ആ സ്വരം ശ്രവിക്കുവാൻ വേണ്ടി. അപ്പോൾ ഈശോയുടെ സന്നിധിയിൽ മരണമടയുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിദ്ര പ്രാപിക്കുക എന്ന് തന്നെയാണ്. കർത്താവ് ഉണർത്തും അവരെ. യഥാർത്ഥ ജീവൻ്റെ നാഥനാണ് അവിടുന്ന്. അപ്പോൾ ഈശോ പ്രകാശം നൽകുന്നതിനാണ്, നിദ്ര പ്രാപിച്ചവരെ ഉയർത്തുന്നവനാണ്. അപ്പം നമ്മൾ കാണുന്നുണ്ട് 1 തെസ്സലോനിക്ക 4:15 നിദ്ര പ്രാപിച്ചവരെക്കുറിച്ച് പറയുന്നുണ്ട് പ്രത്യേകമായിട്ട്. ആ നിദ്ര പ്രാപിച്ചവരെന്ന് പറഞ്ഞാൽ മരിച്ചവരാണ്. അപ്പം ക്രിസ്തീയ വിശ്വാസത്തിൽ മരണം ഒരു ഉറക്കമാണ്, ഒരു നിദ്രയാണ്, ഉണരുവാനുള്ള ഒരു കാത്തിരിപ്പാണ്. അതുകൊണ്ട് കർത്താവ് വ്യക്തമായിട്ട് പറയുകയാണ്, ലാസർ മരിച്ചുപോയി. സാധാരണ ഉറക്കമല്ല ഇത്, മരിച്ചുപോയി. എന്നാൽ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാത്തതിനാൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു. അപ്പോഴാണ് തോമാസ് ശ്ലീഹായുടെ ഈ പ്രഖ്യാപനം വരുന്നത്. താമ എന്ന് പറയപ്പെടുന്ന ദിദിമോസ് എന്നാണ് അതിൻ്റെ ഗ്രീക്ക്. ദിദിമോസ് എന്ന തോമ അവനോട് മറ്റു ശിഷ്യരോടും പറഞ്ഞു, അവനോടൊപ്പം പോയി മരിക്കാൻ നമുക്കും പോകാം. കല്ലെറിയാൻ നിൽക്കുന്നവരുടെ സ്ഥലത്തേക്ക് പോകുമ്പോൾ തീർച്ചയായും അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള എന്താണ്? അപകട മുനമ്പിലേക്കാണ് പോകുന്നത്. അവനോടൊപ്പം മരിക്കാൻ പോകാം എന്ന് തോമാസ് ശ്ലീഹ പറയുന്നത് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പത്രോസാണ് ശ്ലീഹന്മാരുടെ പ്രതിനിധിയായിട്ട് വക്താവായിട്ട് സംസാരിക്കേണ്ടത്. പക്ഷേ ഇവിടെ തോമാസ് ശ്ലീഹായ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിരിക്കുകയാണ്. തോമാസ് ശ്ലീഹായ്ക്കൊരു നേതൃ പദവി ഇവിടെ ലഭിക്കുകയാണ്. തോമാസ് ശ്ലീഹ പറയുന്ന വാക്ക് എന്താണ് അതിൻ്റെ അർത്ഥം? ഈശോ തന്നെ പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 15:13 സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അപ്പോൾ ഏറ്റവും വലിയ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രഘോഷണമാണ് തോമാസ് ശ്ലീഹ നൽകുന്നത്. നമുക്ക് അവനോടൊപ്പം പോയി മരിക്കാം. ലാസറിനെ ഈശോ സ്നേഹിച്ചിരുന്നു, ആ കുടുംബത്തെ സ്നേഹിച്ചിരുന്നു. അതുപോലെ ഈശോയുടെ ശിഷ്യന്മാരിലും ആ സ്നേഹത്തിൻ്റെ വലിയൊരു ബന്ധം ഈശോയോടുണ്ടായിരുന്നു. തോമാസ് ശ്ലീഹയ്ക്ക് പ്രത്യേകിച്ച്
റോമ 6:8 പറയുന്നുണ്ട്, ഈശോയോടുകൂടി നാം മരിക്കുമ്പോൾ ഈശോയോടുകൂടി നാം ഉയിർക്കും. കർത്താവിനോടുകൂടി മരിക്കുന്നവർ അവനോടുകൂടി ജീവിക്കും. അപ്പോൾ ആ ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. ഫിലിപ്പിയ 1:21 പറയുന്നുണ്ട്, എനിക്ക് ജീവിതം മിശിഹായും മരണം നേട്ടവുമാണ്. അപ്പോൾ മരണത്തെപ്പോലും ഭയപ്പെടാതെ ഈശോയുടെ പിന്നാലെ പോവുകയാണ്. നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. തോമാസ് ശ്ലീഹ വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നുള്ള ആ ഈശോയുടെ ആ വചനം തോമാസ് ശ്ലീഹായുടെ ചോദ്യത്തുത്തരമായി ഈശോ നൽകുന്നുണ്ടല്ലോ. യഥാർത്ഥ വഴി, അവനോടൊപ്പം പോകാം. അങ്ങനെ ശിഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ ദൂരം സുവിശേഷ പ്രഘോഷത്തിന് വേണ്ടി സഞ്ചരിച്ച വ്യക്തിയാണ് തോമാസ് ശ്ലീഹ. അവനോടൊപ്പം പോയി മരിക്കാം. അങ്ങനെ തീക്ഷ്ണമായി സുവിശേഷം അറിയിക്കുവാൻ തയ്യാറാവുക. അതാണ് ശ്ലീഹാക്കാലത്തിൻ്റെ സന്ദേശം. ശ്ലീഹന്മാർ, അയക്കപ്പെട്ടവർ നിർഭയം സുവിശേഷം അറിയിച്ചു. ആ സുവിശേഷം അറിയിക്കുന്നതിൻ്റെ അടിസ്ഥാനം ഈശോയോടുള്ള സ്നേഹമാണ്. ഇന്നത്തെ ലേഖനത്തിൽ 1 തീമോഥെയോസ് 1-12 മുതലുള്ള വാക്യങ്ങൾ, എന്നെ ശക്തിപ്പെടുത്തുന്നവനായ കർത്താവിൽ ഞാൻ നന്ദി പറയുന്നു. കർത്താവ് ഈശോമിശിഹായുടെ കൃപ ഈശോമിശിഹായുടെ വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി എന്നിലേക്ക് കവിഞ്ഞൊഴുകി. 1:14 ഈശോ ലോകത്തിലേക്ക് വന്ന പാപികളെ രക്ഷിക്കുവാനാണ് എന്നത് തികച്ചും സ്വീകാര്യമാണ്. പാപികളുടെ ഒന്നാമനാണ് ഞാൻ. എനിക്ക് വലിയ കരുണ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി അവിടെ തന്നെ നിയമിച്ചു എന്ന് ലൂസ്ലിഹ പറയുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ അടിസ്ഥാനം കർത്താവിൻ്റെ വലിയ സ്നേഹമാണ്. ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായി കർത്താവിനെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ 1-ാമത്തെ വായനയിലും സീനായി ഉടമ്പടി, പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൽ 1 മുതൽ ഉള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, മോശ ദൈവസന്നിധിയിലേക്ക് കയറി ആ മലയിൽ വെച്ച് ദൈവത്തിൻ്റെ ആ തിരുഹിതം മനസ്സിലാക്കുകയാണ്. ഇസ്രായേൽ മക്കളോട് നീ പറയുക, ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ നിന്ന് സംവഹിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് പ്രിയപ്പെട്ട സ്വന്തം ജനമാകും. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനപദവുമാകും. 1 പത്രോസ് 2:9 കാണുന്ന കർത്താവിൻ്റെ വചനം സ്വീകരിക്കുവാൻ, അതിന് സന്ദേശവാഹകരാകുവാൻ ഇവിടെ മോശയെ തിരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ വചനം പാലിക്കണം, കൽപ്പനകൾ പാലിക്കണം. 8-ാം വാക്യത്തിൽ 19:8 ജനം ഏകസ്വരത്തിൽ പറയുകയാണ്, കർത്താവ് കൽപ്പിച്ചതുള്ളതെല്ലാം ഞാൻ ചെയ്തു കൊള്ളാം. അപ്പോൾ ഈ ജനം കർത്താവിൻ്റെ ഹിതം ശ്രവിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളാം എന്ന് ഉറപ്പ് നൽകുകയാണ്. പ്രതിബന്ധങ്ങൾക്കിടയിലും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കണം എന്നുള്ള വലിയ സന്ദേശമാണ് നമുക്കിന്ന് ലഭിക്കുന്നത്. ഇന്നത്തെ 2-ാമത്തെ വായനയിൽ എസെക്കിയേൽ 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലും എസെക്കിയേലിന് ശക്തി നൽകുകയാണ്. അവൻ എന്നോട് സംസാരിച്ചു, ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എൻ്റെ കാലുകളിൽ ഉറപ്പിച്ച് നിർത്തി, മനുഷ്യപുത്ര, ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കിലേക്ക് നിന്നെ ഞാൻ അയക്കുന്നു. അവർ മർക്കടമുഷ്ടിക്കാരും കഠിനഹൃദയരുമാണ്. നീ അവരെ ഭയപ്പെടേണ്ട. മുള്ളുകളും മുൾച്ചെടികളും നിന്നോടൊപ്പം ഉണ്ടാകും. തേളുകളുടെ മേൽ നിനക്ക് ഇരിക്കേണ്ടി വരാം. എങ്കിലും നീ അവരുടെ വാക്ക് കേട്ട് ഭയപ്പെടുകയോ നോട്ടം കണ്ട് പരിഭ്രമിക്കുകയോ ചെയ്യേണ്ട. അവർ കേട്ടാലും ഇല്ലെങ്കിലും എൻ്റെ വാക്കുകൾ നീ അവരോട് പറയണം. നിർഭയം കർത്താവിൻ്റെ സന്ദേശം അറിയിക്കുവാൻ പ്രവാചകന് ദൈവം ശക്തി നൽകുകയാണ്. നിർഭയം കല്ലെറിയാൻ വരുന്നവരുടെ ഇടയിലേക്കും ഇറങ്ങിച്ചെന്ന് കർത്താവിൻ്റെ സൗഖ്യവും ജീവനും പകരുവാനുള്ള വലിയ ശുശ്രൂഷയാണ് തോമാസ് ശ്ലീഹ ഏറ്റെടുക്കുന്നത്. ശിഷ്യന്മാരുടെ ആഹ്വാനം, മറ്റ് സഹശിഷ്യന്മാരുടെ ആഹ്വാനം ചെയ്യുന്നത് അതുതന്നെയാണ്. അപ്പോൾ ഈ സ്ലീഹാക്കാലത്ത് നാമും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ്, കർത്താവിൻ്റെ സ്നേഹവും കൃപയും സ്വീകരിച്ച്, കർത്താവിൻ്റെ ആ വചനം വാക്കിലും പ്രവൃത്തിയിലും പങ്കുവയ്ക്കുവാൻ നമുക്കും സാധിക്കണം എന്നുള്ള വലിയ സന്ദേശമാണ് ഈ തിരുവചനങ്ങൾ നമുക്ക് നൽകുന്നത്. അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.